வணக்கம் சார், வந்ததுல ரொம்ப சந்தோஷம். இது சாரோட வயஸ், இது பௌர்ணமி, இது அமாவாசை, என்னோட ஒய்ஃப். இந்த அமாவாசையோட சிஸ்டரோட மேரேஜ் ஆக்கும். നിർദ്ദിഷ്ട ഫോറം ഞാൻ കീറിക്കളഞ്ഞിട്ടില്ല. ഒപ്പിട്ടോ? ഒപ്പിട്ടു. എന്നതാ ഇത്? അടങ്ങി നിൽക്കേ. കോലം പോട്ടിരിക്കാലോ, കാല് വഴിക്കെടുത്ത് ചന്തി ഊഞ്ചാലിന്റെ പെട്ടുകൊടുത്ത് ആടിയിട്ട് അവളോ മാമാ വയറുമുട്ട ശബ്ദ പോണോ? മാമി சாப்பாடு ரெடியா? என்ன தெரியாம பட்டுருச்சு. சாப்பாடு ரெடி. അപ്പോ ഒപ്പിട്ട് കഴിഞ്ഞാൽ സാർ ഈ നോട്ടീസ് പതിക്കും. അത് പതിച്ചു കഴിഞ്ഞാൽ 30 days വാലിഡിറ്റി. അല്ല, നമ്മൾ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ദാ ഇവിടെ. All the best. Wish you happy and prosperous marriage life. അതിനെ സമയമുണ്ടെന്ന് ഇനി പൊട്ടിച്ചെത്ര ദിവസം കഴിച്ചിട്ട്. ഇത് കൊണ്ട് പിടിച്ചാട്ടെ, അങ്ങോട്ട് അത്ര കഴിച്ച സമയം കളണ്ട. രണ്ടുപേരും മാല ചെയ്യാൻ ഒന്ന് വേഗം വേഗം വാ, വേഗം വാ. എവിടുന്ന് മേടിച്ച മാലയാണോ? ഒരു കാര്യം പറയട്ടെ. എന്താ? അങ്ങോട്ട് പോവാ. തള്ളല്ലേ. നാരായണൻകുട്ടി, ഞാൻ റെഡി. പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെന്നോ? നാരായണൻകുട്ടിയുടെ കൂടെ വാ. എന്റെ കൂടെയോ? കുക്കു എന്തായി പറയുന്നത്? നാരായണൻകുട്ടി,
പറ്റില്ല. പറ്റില്ലെന്നോ? പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞ് മെയിൻ റോഡ് നേരെ സ്ട്രെയിറ്റ് പിടിച്ചാലേ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരും. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ ക്രൈസ്റ്റ് നഗർ സ്കൂള്, നേരെ താഴേക്ക് ഇറങ്ങി മൂന്നാമത്തെ ലെഫ്റ്റിൽ ഫസ്റ്റ് വീട്. അതെന്റെ വീടല്ലേ? അത് തന്നെ, വീട്ടിലേക്ക് പോയിക്കോ. അസലായി. ഡാഡി അറിഞ്ഞ അതോടെ തീർന്നു. ഞാൻ നാരായണൻകുട്ടിയുടെ കൂടെ വരും വരും വരും. എനിക്ക് വയ്യ വീട്ടിൽ പോവാൻ. കുക്കു, അതെങ്ങനെയാ ശരിയാവുക? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതിനുള്ള നോട്ടീസ് കൊടുത്തിട്ടില്ലേ ഉള്ളൂ. ഇനിയും 30 ദിവസം കഴിയണം മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാൻ. അതുവരെ ഞാനും കുക്കുവും തമ്മിൽ നിയമാനുസൃതം യാതൊരു ബന്ധവുമില്ല. ഇതേ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. അത് നാരായണൻകുട്ടിയുടെ വേർഷൻ. ഞാൻ പറയുന്നു, ഐ എം മാരീഡ് ടു നാരായണൻകുട്ടി. ഇന്നു മുതൽ ലേഡി വക്കാലത്ത്. ഈ നാരായണൻകുട്ടി എന്ത് ഭീരുവാ! ഒരു ശല്യ നിയമം പോലും തെറ്റിക്കാൻ ഇത്ര പേടിയാ? നിയമത്തെ പേടിക്ക് എന്തിന്? നിയമം അനുസരിക്കണം, അതാണ് പൗരധർമ്മം. ഒരു നിയമവും നമ്മളത്ര നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. കുക്കു പോയിക്കോളൂ. 30 ദിവസം, 1 മാസമല്ലേ ഉള്ളൂ. കാണാം. ബൈ. DGP കുര്യൻ സാറിന്റെ മകളാണെന്ന് സാറിന് തോന്നും, ആർക്കും തോന്നാം. കാരണം കോൺസ്റ്റബിൾ കൃഷ്ണനായരുടെ വകയിലെ ഭാര്യയുടെ അമ്മാവന്റെ അനന്തരവന്റെ ശേഷക്കാരനെയാണല്ലോ ഇന്നാൾ ആലപ്പുഴയിൽ നിന്ന് കല്യാണം കഴിച്ച തലവറപ്പുറം ഇപ്പൊ കെട്ടിച്ചു കൊടുത്ത വർഗീസിന്റെ മൂത്ത മകളുടെ സഹോദരി എന്ന് പറയുന്ന ആളാ. ഹലോ. എന്താ വിളിക്കാത്തെ? എന്നെയല്ലേ ആദ്യം വിളിക്കേണ്ടത്? That's not right. എന്നെ ഇങ്ങോട്ട് വിളിക്കണം. ഓക്കെ, ഇതാ വിളിച്ചിരിക്കണു. ഞാൻ കേട്ടു. ഞാനും കേട്ടു. പക്ഷെ കേട്ടാ മാത്രം പോരാ, എനിക്ക് കാണണം. എനിക്കും. എന്നപ്പോ ഞാൻ അങ്ങോട്ട് വരട്ടെ? വന്നോ? വിഷ് യു എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഫസ്റ്റ് നൈറ്റ്. ഏയ് beware. Unlawful first night. Start camera. Action. നൈറ്റ് ഫോട്ടോഗ്രാഫി ഇന്നൊന്നല്ലേ? അതെ. കർത്താവ് നാളെ 2. നാളെ അവറാച്ചൻ നമ്മുടെ കല്യാണം ഓർമ്മപ്പെടുത്തിയേക്കണേ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. പോയി വാ. ഇതെന്താ? ഷൂട്ട്. അതെന്തിനാ? വേണം. എന്തിനാണെന്നോ? ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നേ വരെ വക്കാലത്ത് നാരായണൻകുട്ടി ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നല്ലേ അവകാശപ്പെടുന്നത്. എന്നിട്ട് പാതിരാക്ക് മതില് ചാടി പിൻവാതിലിലൂടെ ബാൽക്കണി വഴി കുക്കൂസ് നെസ്റ്റിലേക്ക് വന്നതിനൊരു ഡോക്യുമെന്ററി എവിഡൻസ്. വക്കാലത്ത് നാരായണൻകുട്ടി നിയമം ലംഘിച്ചു എന്നുള്ളതിന് എന്റെ കയ്യിലൊരു തെളിവ് വേണം. ഇതെന്തിനാ? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാ? അല്ല, ഇമെയിൽ ചെയ്യാനാ. ആർക്കാ? ലോകത്തുള്ള എല്ലാ റോമിയോ ആൻഡ് ജൂലിയൻ. നോ നോ നോ, 1 മാസം കാത്തിരുന്നേ പറ്റൂ. അതാ നിയമം. ലവ്ഫുൾ റിലേഷൻഷിപ്പ്. എന്തായടോ? ശരിയാ സാർ,
സാറിന് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. രജിസ്റ്റർ ഓഫീസിന്റെ ബോർഡിൽ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. വരൻ നാരായണൻകുട്ടി, വധു കുക്കു കുര്യൻ. ഇന്നേക്ക് 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ലോഫുൾ മാരിയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇനി 12 ദിവസം കൂടി. മാത്യു, വേഗം പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം. പോസ്റ്റ്മോർട്ടമോ? എന്തിനാ നാരായണൻകുട്ടി? ഹൃദയാഘാതം കൊണ്ടാ മരിച്ചത്? അല്ല, പോസ്റ്റ്മോർട്ടം വേണം. സംശയാസ്പദമായി മരണപ്പെട്ടാൽ മരണകാരണം കണ്ടുപിടിക്കാനല്ലേ പോസ്റ്റ്മോർട്ടം? അതെ, എറണാകുളത്ത് ഹോട്ടൽ മുറിയിലായിരുന്നു മരണം. രാവിലെ വാതിൽ തല്ലി തുറന്നപ്പോഴല്ലേ എല്ലാം അറിഞ്ഞത്. രാത്രി അച്ഛൻ കഴിച്ചതെന്താണെന്ന് അറിയണം. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എങ്ങനെ ഉറപ്പിക്കുക? സംശയം തോന്നുന്നു ആർക്കും. വ്യക്തമാക്കണം മാത്യു, പോസ്റ്റ്മോർട്ടം നിർബന്ധം. നിയമാനുസൃതമായിട്ട് എല്ലാം ക്ലിയർ ആക്കണം. ഈ ശരീരം ഇനി കീറി മുറിച്ച് അച്ഛന്റെ മരണം ദുർമരണമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമല്ലേടാ? അല്ലേടാ? ആയിക്കോ എന്റെ ഒരു നിയമം. അങ്ങനെയൊക്കെ ചെയ്ത നമ്മുടെ അച്ഛന്റെ ജീവൻ തിരിച്ചു കിട്ടും ഏട്ടാ. വേണ്ടമ്മേ, വേണ്ട വേണ്ട വേണ്ട. മതി നാരായണ, എന്താ ഇത്? ഇതിങ്ങനെ കുടിക്കാനുള്ളതല്ല. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എന്റെ അച്ഛൻ കുടിക്കുകയായിരുന്നു. ഞാനിതിപ്പോ കുടിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. മതി മതി, എഴുന്നേക്ക് എഴുന്നേക്ക്. എനിക്ക് ഒരു കുഴപ്പമില്ലടാ, എനിക്കൊന്നുമില്ല. ഐ എം ഓൾ റൈറ്റ്. ഐ നോ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ്. നിയമമൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ് അത്രേ ഉള്ളൂ. വാണിംഗ്, താക്കീത്. കുടിക്കരുത് നിയമത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നാരായണൻകുട്ടി അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒരു നിയമം തെറ്റിച്ചിട്ടില്ലടാ. നിയമം എന്താ നിയമം നാരായണ? ജീവിതത്തിൽ ഒരേ ഒരു നിയമം, സ്നേഹം. സ്നേഹിക്കാത്തവരാരും ജീവിച്ചിരിക്കുന്നവരല്ല നാരായണ. നീ ഒരു പച്ച മനുഷ്യൻ. നിനക്കറിയാമോ നാരായണ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ ഒട്ടുമുക്കാലും പ്രേതങ്ങളാ. ഇപ്പൊ കൊത്തി കൊത്തി എന്റെ മുറത്തിലും കയറിയവൻ കൊത്തി. സാറൊന്ന് എസ് മൂളിയാ മതി. സാറിന്റെ മുറത്തിൽ കയറി കൊത്തിയ കാലം കോഴിയുടെ പപ്പും പൂടിയും പറിച്ച് കൈ തരും ഞാൻ. ഓ, പറിക്കും പറിക്കും. അന്റെ തൊപ്പി എറിക്കല്ലേട്ടാ. ഓന്റെ മുള്ളു നിയമാ. അതുകൊണ്ടാ അവൻ കുത്തണത്. ആ മുള്ളുകൊണ്ട് തന്നെ അവനെയും കുത്താൻ സാറേ. താ തെളിച്ചു പറയടോ. എന്റെ സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. 33 പേർ പീഡിപ്പിച്ച ഒരു 13-കാരിയുടെ പരാതി. അതുകൊണ്ട് പറ. 4-ാം പ്രതി ഒരു നാരായണൻ പോറ്റിയെ മാറ്റി നമുക്ക് കുട്ടിയാക്കാം. പോറ്റി മാറി കുട്ടിയാകുമ്പോൾ നാരായണൻ കുട്ടിയാവും. ഷെടാ, നിന്റെ തലയ്ക്കകത്തെ ചേറിന്റെ കൂടെ അല്പം തലച്ചോറും ഉണ്ട്. അത് വർക്കൗട്ട് ആവുമോ കുറുപ്പേ? ആകും. പെണ്ണ് കേസിൽ പെട്ട പ്രതി എന്ന് പറഞ്ഞ നിന്റെ മോളം നല്ല ഒരു പെണ്ണും ഓനെ കെട്ടൂല, ഉറപ്പാ. അല്ല, ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ആ പെൺകുട്ടി നിരാകരിച്ചാലോ? അത്ര കടന്ന് ചിന്തിക്കണ്ട സാറേ. എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അവൻ രക്ഷപ്പെട്ടോട്ടെ. നിരപരാധിയായ നാരായണൻകുട്ടിയെ കോടതി ശിക്ഷിക്കരുത്. താൻ എന്താടോ ഈ പറയുന്നേ? കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താടോ കാര്യം? അതിനേക്കാളും വലിയ ശിക്ഷ അവന് നാട്ടുകാർ കൊടുക്കും. അവൻ ഇക്കണ്ട കാലം ഉണ്ടാക്കിയ നല്ല പേര്, ഇമേജ്, മാനം ഒരൊറ്റ വാർത്ത ഫ്ലാഷായ മതി. വക്കാലത്ത് നാരായണൻകുട്ടി പെൺപീഡന കേസിൽ 4-ാം പ്രതി. ആ സെക്കൻഡ് മാനം കപ്പൽ കയറും. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായവരുടെ അനുഭവം ഇതാണ് സാർ. കുറ്റവാളിയല്ലെന്ന് ബോധ്യപ്പെട്ട് കോടതി വെറുതെ വിട്ടാലും
സമൂഹം ഒരിക്കൽ ശിക്ഷിച്ചാൽ ആ വിധിക്കെതിരെ ഒരു അപ്പീലില്ല സാറേ. ശരി ചന്ദ്ര, നീ അവന്റെ പേര് എഴുതി ചേർക്ക്. നിന്റെ പേനാത്തുമ്പിൽ അവന്റെ വിധി ഓറ്റി വെട്ടി കുട്ടിയാകും. നിന്റെ ഒരു മാന്യത സഞ്ജയ് നിൽക്കാൻ പ്രശ്നമല്ല. ഇരുട്ടത്തവന്റെ തന്നറ കണ്ടോ? ക്രിമിനല തള്ളക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ തന്നെ തിരിച്ചറിയാൻ നിയമം മടുത്തരം പറയാം. നിനക്ക് വാറണ്ട് മാത്രല്ലടാ, എണ്ണി പഠിക്കാൻ അരികളോ തിന്നു പഠിക്കാൻ ഗോതമ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുത്തേ, എടുക്കണ ഫോട്ടോ. നിനക്ക് ഫോട്ടോ എടുക്കണ്ട, കൊറേ കാലായിടാ നിന്റെ പ്രേതന്റെ ദേഹത്ത് കൂടിയിട്ട്. നിന്നെ ഞാൻ ശരിക്കും അങ്ങട് വക്കാലത്ത് നാരായണൻകുട്ടി ഒരു ചെറിയ കുട്ടിയല്ലേ, മറ്റൊരു ചെറിയ പെൺകുട്ടിയെ, അത്രേ ഉള്ളൂ. ഒരു കൊച്ചു സ്ത്രീ പീഡനം. വക്കാലത്ത് നാരായണൻകുട്ടിയുടെ കിന്നാര ക്രൂരകൃത്യങ്ങൾ വേണമെങ്കിൽ ഒരു പടം പിടിച്ചോടാ. പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ പൊതിരച്ചിറ ലൈംഗിക പീഡന കേസിലെ 19 പ്രതികൾ അറസ്റ്റിൽ. പ്രതികളുടെ കൂട്ടത്തിൽ വക്കാലത്ത് നാരായണൻകുട്ടി, പ്രൊഫസർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, ഡോക്ടർ ചിന്നസ്വാമി, അഡ്വക്കേറ്റ് സത്യനാഥ് എന്നീ പ്രമുഖരും ഉൾപ്പെടുന്നു. നിരന്തരം പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യുന്നതിൽ പ്രശസ്തനായ വക്കാലത്ത് നാരായണൻകുട്ടിയെ സ്ത്രീപീഡന കുറ്റം ചുമത്തി ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. നീ വിശ്വസിക്കണ്ട. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാനും പോകുന്നില്ല. നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പത്രങ്ങൾക്ക് സത്യമല്ല, സെൻസേഷൻ ന്യൂസ് ആണ് ആവശ്യം. അവരത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഓ ക്രൂരത എനിക്കില്ലടി. നീ ചെയ്തതോ എന്നെ അറിയിക്കാതെ രജിസ്റ്റർ ഓഫീസിൽ പോയിരിക്കുന്നു. നീ ചെയ്തത് ക്രൂരത മാത്രമല്ല, സ്വന്തം തന്തയുടെ വഞ്ചനയുമാണ്. ഇഡിയറ്റ്. ഇവിടെ ഇനി എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. നാരായണൻകുട്ടി ഒരിക്കലും ആരും ചതിക്കില്ല. അവൻ തെളിയിക്കട്ടെ, നിയമപരമായി തന്നെ തെളിയിക്കട്ടെ. നിയമം വാളാക്കി അവന്റെ തലയ്ക്ക് മുകളിൽ ആ വാളിനെ തൂങ്ങി നിൽക്കുക. അതിന്റെ ചരട് എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാ അവന്റെ കളി. ഞാൻ അവൻ കുറ്റം ചെയ്തു ആര് പറഞ്ഞു? അങ്ങനെയാണല്ലോ കേസ് ചാർജ് ചെയ്ത്. അത് സ്ഥാപിക്കാനല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ. ആ ഉത്തരവാദിത്തം എനിക്ക് വേണ്ട അയ്യർ സാർ. നാരായണൻകുട്ടി നിരപരാധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇറ്റ്സ് നോട്ട് യുവർ ഫംഗ്ഷൻ ടു ഡിസൈഡ്, ദാറ്റ്സ് ദ ഫംഗ്ഷൻ ഓഫ് ദ ജഡ്ജ്. പ്ലീസ് ഡോണ്ട് ബി ഇമോഷണൽ. ഒരു മർഡർ കേസിൽ പ്രതി കുറ്റവാളിയാണെന്ന് തെളിഞ്ഞുന്നിരിക്കട്ടെ, പ്രതിയുടെ വക്കീൽ കൊലപാതകത്തിന് കൂട്ടുനിന്ന് ആരെങ്കിലും പറയുമോ? ഡു ജസ്റ്റിസ് ടു യുവർ പ്രൊഫഷൻ. അയ്യർ സാർ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ എന്റെ മനസാക്ഷി തേങ്കാക്കൊല. അത് അവനും വേണമല്ലോ. നിനക്ക് അവനോടുള്ള ആത്മാർത്ഥത, സ്നേഹം, വിശ്വാസമൊക്കെ അവൻ നിന്നോടുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി റെക്ടിഫൈഡ്. തെറ്റുകൾ തിരുത്തണ്ടേ? ആത്മാർത്ഥ സ്നേഹിതനാണവനെങ്കിൽ അവന്റെ മാരേജ് നിന്റെ അടുത്ത് മറച്ചു വെക്കണോ? മേ ബി ഫോർ എ സർപ്രൈസ്. നാരായണൻകുട്ടിയുടെ മാരേജ്? യെസ്, കല്യാണം, മാരേജ് ഇൻ കംപ്ലൈൻസ് വിത്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. എപ്പോ? മനസ്സ് കല്ലാക്ക മാത്യു. ആസ്ക് കുക്കു. കുക്കു കുര്യൻ? യെസ്. നോട്ടീസിന്റെ കാലാവധി കഴിഞ്ഞാൽ കുക്കു നാരായണൻകുട്ടി. എന്താണ് പേര്? നാരായണൻകുട്ടി. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നിങ്ങൾ തന്നെയല്ലേ? അതെ. താങ്കൾ IPC 366A 367 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിഷേധിച്ചു അല്ലേ? നിഷേധിച്ചു. IPC 366A എന്താണെന്ന് അറിയാം? അറിയാം.
എന്താണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതോ ആയ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വകുപ്പ്. വക്കാലത്ത് നാരായണൻകുട്ടി പൊതുകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇതുവരെ എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്? 53. ഈ കേസുകളൊക്കെ താങ്കൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ നടത്തുന്ന വൃത്തികേടുകൾക്ക് മറയായി പബ്ലിക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കും. നാരായണൻകുട്ടിക്ക് കുട്ടികളോട് വെറുപ്പാണ്? അല്ല, സ്നേഹമാണ്. ആണ്. താങ്കൾ എങ്ങനെയാണ് കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മ വെക്കുകയാണോ, അതോ തലോടുകയാണോ, അതോ കെട്ടിപ്പിടിക്കുകയാണോ, അതോ ഇത് മൂന്നും കൂടിയാണോ? അത് കുട്ടിയുടെ പ്രായം, ബന്ധം എന്നിങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഘടകങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞത് അവയവങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, 5 വയസ്സുകാരൻ താങ്കളുടെ ദൃഷ്ടിയിൽ കുട്ടിയാണ്? ആണ്. 13 വയസ്സുകാരി കുട്ടിയാണ്. 13 വയസ്സുകാരി പെൺകുട്ടിയോട് താങ്കൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ. ഇവരോട് എനിക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പരാതി നൽകിയ പെൺകുട്ടിയെ നാരായണൻകുട്ടി ബലാത്സംഗം ചെയ്ത് ശരിയല്ലേ? ഇല്ല. അവളുടെ വയസ്സെത്ര? എനിക്കറിയില്ല, ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. അന്നേ ദിവസം നിങ്ങൾ മദ്യപിച്ചിരുന്നുകൊണ്ട് പരിസരബോധം മറന്നിരുന്നു. മാത്യു ദാ, നീ എന്നത് എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടും ബോധമുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലേ മദ്യപിച്ചിട്ടുള്ളൂ. അപ്പോൾ ബോധത്തോടു കൂടിയായിരുന്നു ബലാത്സംഗം അല്ലേ? മാത്യു, എന്റെ പേര് മനഃപൂർവ്വം എഴുതി ചേർത്തതാ. ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്? ഇല്ല. അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിദ്വേഷമുണ്ട്? അറിയില്ല. മുൻ പരിചയമില്ലാത്ത നിങ്ങളെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മനഃപൂർവ്വം കരുതേച്ച് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ പെൺകുട്ടി നൽകിയ മൊഴി സത്യമാണ്? സത്യമല്ല, സത്യമല്ല, സത്യമല്ല.